വെറും ഒറ്റ ദിവസം കൊണ്ട് 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ചൂടുകാലത്ത് ഇതുപോലൊരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കതിനായിട്ട് വേണ്ടത് അത്യാവശ്യം വലുപ്പമുള്ള 2 തേങ്ങയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ രണ്ടും പൊട്ടിച്ച് അതിൽ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞ് തേങ്ങ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. ശേഷം ഇങ്ങനെ അടർത്തിയെടുത്ത ആ ഒരു കോക്കനട്ട് സ്ലൈസ് ഉണ്ടല്ലോ, അതൊരു ജാറിലേക്ക് ഇട്ട് വെള്ളം ഒഴിക്കാതെ നല്ല തരിയായിട്ട് അരച്ചെടുക്കുക. പിഴിഞ്ഞെടുക്കാൻ പാകത്തിന് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അതായത് ഈ കാണുന്നത് പോലെ തരിയായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. കുറേശ്ശെ കയ്യിലെടുത്ത് വേണം പിഴിഞ്ഞെടുക്കാൻ. ഇനി ഇതെല്ലാം മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാമെന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്തായാലും തേങ്ങാപ്പാൽ കിട്ടിയാൽ മതി. അപ്പോൾ തേങ്ങാപ്പാൽ ഇതുപോലെ പിഴിഞ്ഞൊരു ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇനി ഒരു പ്ലാസ്റ്റിക് കവറോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് ഈ ബൗളിൻ്റെ വായ്ഭാഗം മൂടി കെട്ടിയ ശേഷം ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ വച്ചേക്കാം. ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് പോലെ ഒരല്പം ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ഈ കോക്കനട്ട് മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. ഇതിപ്പം വെള്ളം ചേർത്താണ് നമ്മൾ ഈ തേങ്ങ അരച്ചെടുത്തതെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ക്രീമി ആയിട്ട്, അതും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രത്തോളം ക്രീമി ആയിട്ട് നമുക്ക് ഈ കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ 3 മണിക്കൂറിൽ നമുക്ക് ഈ കോക്കനട്ട് മിൽക്ക് ഇത്രത്തോളം ക്രീമി ആയി കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളിത് പൂർണ്ണമായി ഈ ഒരു ജാറിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതോടൊപ്പം തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 60 ml കപ്പിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി എടുത്ത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ചേരുവകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഈ പറഞ്ഞ 2 ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ജാർ ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് 10 സെക്കൻഡ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ക്രീമി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ രീതിയിലും കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ നമ്മളിവിടെ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ ഒരു ചിരട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ വായ്ഭാഗം ഒരു കവർ ഉപയോഗിച്ച് മൂടിയിട്ട് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ. സംഭവം സിമ്പിളാണ്, സൂപ്പറാണ്, എൻ്റെ അടാറ് ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ ഈ ചിരട്ടയൊക്കെ നല്ലതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ പ്ലാസ്റ്റിക് കവറിട്ട് മൂടി കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു കോക്കനട്ട് ഐസ്ക്രീം റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂട് സമയമൊക്കെ ആണല്ലോ ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കുന്നത്, അതും ഇത്രത്തോളം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതൊരാശ്വാസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.